ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. വെണ്ടയ്ക്ക വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഒരുപാട് പേര് പറയാറുണ്ട് വെണ്ടയ്ക്ക ഉണ്ടാക്കുമ്പം അത് കുഴഞ്ഞു പോകാറുണ്ട് എന്നുള്ളത്. അപ്പം കുഴയാതിരിക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാനിവിടെ പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതൊരു വെറൈറ്റി റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 250 ഗ്രാം വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകിയതിന് ശേഷം ഒരു ടവലിലെങ്ങാനും ഒന്ന് പരത്തിയിടുക. എന്നിട്ട് അതിലത്തെ വെള്ളം നല്ലപോലെ ഒന്ന് തുടച്ച് കളയണം. കഴുകിയതിന് ശേഷം ടവലിൽ വെറുതെ പരത്തിയിട്ടാലും മതി, കുറച്ച് കഴിയുമ്പം വെള്ളം തന്നെ പൊക്കോളും. അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രം വേണം നമ്മൾ വെണ്ടയ്ക്ക അരിയാനായിട്ട്. അപ്പം തീരെ കുഴഞ്ഞു പോകത്തില്ല. അതാണ് ഒന്നാമത്തെ ടിപ്പ്. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാനിവിടെ വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി നീളത്തിലരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, കുറച്ച് കറിവേപ്പില, ചെറിയ ഉള്ളി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, പിന്നെ 3 പഴുത്ത മുളകും കൂടി എടുത്തിട്ടുണ്ട്. പച്ചമുളക് ആയാൽ വെണ്ടയ്ക്കയുടെ അതേ കളറായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പഴുത്ത മുളക് എടുത്തിരിക്കുന്നത്. ഇനി ഇതുണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഉഴുന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പം 2 നുള്ള് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് കടുകാണ്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. പൊട്ടി വന്നിട്ട് നമ്മൾക്ക് ജീരകം കൂടി ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പം നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പഴുത്ത മുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. എല്ലാം കൂടെ ഞാൻ കുറച്ച് നേരം ഇപ്പം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇട്ട് കൊടുക്കേണ്ടത് നേരത്തെ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കയാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് തുറന്ന് വെച്ചിട്ട് തന്നെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. അതാണ് രണ്ടാമത്തെ ടിപ്പ്. ഈ സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം വെണ്ടയ്ക്കയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇത് തീരെ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. ഈ സമയത്താണ് നമ്മൾ ഇതിനകത്തോട്ട് വേണ്ട ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇങ്ങനെ വെണ്ടയ്ക്ക ഉണ്ടാക്കി കഴിഞ്ഞാൽ തീരെ കുഴഞ്ഞു പോകത്തില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെണ്ടയ്ക്കയെല്ലാം സൈഡിലോട്ടൊന്ന് മാറ്റി കൊടുക്കുക. നടുവിൽ കുറച്ച് സ്ഥലം ഉണ്ടാക്കുക. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2 മുട്ടയാണ്. മുട്ട പൊട്ടിച്ച് നേരെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അത് കലക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സമയത്ത് തീ നല്ലപോലെ ഒന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ട് വേണം നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് 1 നുള്ള് ഉപ്പ്, കുറച്ച് ജീരകപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, 2 നുള്ള് അല്ലെങ്കിൽ 3 നുള്ള് മതിയായിരിക്കും. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് അടച്ചു വയ്ക്കാൻ പോവാണ്. അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് വേവിക്കുക. ചെറിയ തീയിൽ വേണം ഇത് അടച്ചു വയ്ക്കാനായിട്ട്. ഈ സമയത്തൊന്നും വെണ്ടയ്ക്ക ഇളക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഇതൊന്ന് തുറന്നതിന് ശേഷം മുട്ടയൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ പോവാണ്. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഉടനെ ഇളക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾക്ക് ഉടച്ചെടുക്കാം. ഇപ്പം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് നടുവിൽ വെച്ചിട്ട് തന്നെ ഉടച്ചെടുക്കാം. ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് വെണ്ടയ്ക്കയും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പം ഇതെല്ലാം കൂടെ ഞാൻ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെണ്ടയ്ക്കയും കൂടെ ആയിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പം നമ്മളുടെ വെറൈറ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മുട്ട മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. തീരെ കുഴഞ്ഞു പോകാതെയാണ് നമ്മൾക്ക് വെണ്ടയ്ക്ക ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്